ശാസ്ത്രമൊക്കെ അവരുടെയും, ഇതൊക്കെ നമ്മുടെയും. അല്പം കൂടെ കടന്നൊന്ന് ചിന്തിക്കാം. ജോർജ് സാവേ എന്ന് പറയുന്ന പാശ്ചാത്യനായ ഒരു നല്ല ബിഷപ്പുരനുണ്ട്. അദ്ദേഹത്തിൻ്റെ ദ ഹീലിംഗ് നൈഫ് എന്ന പുസ്തകമാണ്. ടിപ്പുവിൻ്റെ പടയോട്ട സമയത്ത് ഒരു ഭടന് നാസാസന്ധാനപരമായ ശസ്ത്രക്രിയ ആയുർവേദ ബിഷപ്പുരന്മാർ നടത്തുന്നതിൻ്റെ ഒരു നേർക്കാഴ്ചയുണ്ട് അതിനകത്ത്. അവരിൽ നിന്നാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ സാധനം പഠിച്ചതെന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അടുത്ത കാലത്തെ, ഒരുപാട് പഴയൊന്നുമല്ല, വിവേകാനന്ദ സ്വാമിയുടെ കാലത്ത് തന്നെയാണ്. ലോകം കണ്ട ഏറ്റവും പ്രസിദ്ധനായ കോസ്മെറ്റിക് സർജനല്ല, പ്ലാസ്റ്റിക് സർജനല്ല, കോസ്മെറ്റിക് സർജൻ. ചെവി പോയത് കൃത്രിമമായി തുന്നിപ്പിടിപ്പിക്കുന്നത് സുശ്രുതത്തിലുണ്ട്. ചെങ്ങന്നൂര് പഴയ ഡോക്ടർമാരുടെ മുറികളിൽ ചെന്നാൽ പാർക്ക് ഡേവീസിൻ്റെ ഹിസ്റ്ററി ഓഫ് മെഡിസിൻ ഇൻ പിക്ചേഴ്സ് എന്ന് പറഞ്ഞ് കുറേ പടങ്ങൾ തൂക്കിയിട്ടുണ്ടാവും. അതിലൊന്ന് സുശ്രുതൻ്റെ ഈ സർജറിയാണ്. പാർക്ക് ഡേവീസ് വേദാന്ത കമ്പനിയൊന്നുമല്ല, ശാസ്ത്രം ഇവിടെ ഉണ്ടായിരുന്നില്ലേ? പക്ഷെ ഇവിടുത്തെ ശാസ്ത്രത്തിന് വ്യക്തമായ അടിത്തറ ഉണ്ടായിരുന്നു. ആഴ്ചയിൽ മാറ്റണ്ട. മഞ്ഞപ്പിത്തത്തിന് അന്ന് ചരകനും സുശ്രുതനും വാഗ്ബടനും കൊടുത്ത മരുന്ന് ഇന്ന് പറിച്ചു കൊടുത്താലും അപകടമില്ല. 5 കൊല്ലം മുമ്പ് ജെഫ്രി മാരിയസ് ഫൈസർ ഉണ്ടാക്കി നിങ്ങളുടെ ബിഷപ്പുരന്മാർ എഴുതി നിങ്ങളുടെ അപ്പൂപ്പന് കൊടുത്ത മരുന്ന്, അച്ഛന് കൊടുത്ത മരുന്ന് ഇന്ന് നിങ്ങളുടെ പിള്ളേർക്ക് കൊടുത്താൽ തട്ടിപ്പോകും. ഇത് സമന്വയിപ്പിക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത്?